ഇപ്പോ ഏറെക്കുറെ എല്ലാ ആളുകൾക്കും ടാറ്റു എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ യുഎഇയിൽ ജോലി തേടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വിസിബിൾ ടാറ്റു എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾക്ക് പ്രശ്നമാകാറുണ്ടോ? യുഎഇയിൽ ടാറ്റു എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള മേഖലകളിലാണ്, പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിനെ നേരിട്ട് ഫേസ് ചെയ്യുന്ന ചില മേഖലകളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ മേഖല ഒരു ഉദാഹരണമാണ്. അവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇനി ബാങ്കിങ് പോലെയുള്ള മേഖലകൾ, ഹെൽത്ത് കെയർ പോലെയുള്ള മേഖലകൾ, ഗവൺമെന്റ് സെക്ടറുകൾ, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ ജോബ് തേടുന്നെങ്കിൽ വിസിബിൾ ടാറ്റു എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. വ്യോമയാന രംഗത്ത് ക്യാബിൻ ക്രൂ തസ്തികകൾ പോലെയുള്ള മേഖലകളിലാണ് നിങ്ങൾ ജോലി തേടുന്നതെങ്കിൽ വിസിബിൾ ടാറ്റു ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ജോബ് റിക്വയർമെന്റ്സിൽ തന്നെ വിസിബിൾ ടാറ്റു പാടില്ല എന്നുള്ള ഒരു കാര്യം അവരെടുത്തു പറയുന്ന കാര്യമാണ്. അപ്പോ ചുരുക്കത്തില് വിസിബിൾ ടാറ്റു ഉണ്ടെങ്കിൽ യുഎഇയിൽ ഒരു മേഖലയിലും ജോലി കിട്ടില്ലേ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അങ്ങനെയല്ല. ടാറ്റൂസ് അക്സെപ്റ്റ് ചെയ്യുന്ന പല മേഖലകളും ഉണ്ട്. ഉദാഹരണത്തിന് ക്രിയേറ്റീവ് സെക്ടർ, എന്റർടൈൻമെന്റ് മേഖല, ടാറ്റു വലിയ പ്രശ്നമൊന്നും ആക്കാത്ത ടെക് സ്റ്റാർട്ടപ്പുകൾ, IT ഫേമുകൾ, കോൾ സെന്ററുകൾ, അങ്ങനെയുള്ള നിരവധി മേഖലകളുണ്ട്. അവിടെ നിങ്ങളുടെ ടാറ്റു ഒരു വലിയ പ്രശ്നമേ ആകാറില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം, എന്റർടൈൻമെന്റ് ക്രിയേറ്റീവ് സെക്ടറുകളിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയി പോലും ഈ ടാറ്റുവിനെ കാണുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ ടാറ്റു എന്ന് പറയുന്നത് ആ ഒരു ചിത്രം മാത്രമല്ല, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ട് വരെ അവർ കണക്കാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവ് മേഖലയിലൊക്കെ. ചുരുക്കത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വിസിബിൾ ടാറ്റുവുമായി ജോലി ചെയ്യാൻ. ക്രിയേറ്റീവ് എന്റർടൈൻമെന്റ് മേഖല, IT മേഖലയൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിസിബിൾ ടാറ്റു ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ഫോമൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നേരിട്ട് ഫേസ് ചെയ്യേണ്ട കൺസർവേറ്റീവ് മേഖലകളിൽ, വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ പോലുള്ള മേഖലകളാണ് നിങ്ങൾ ജോലിക്കായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിസിബിൾ ടാറ്റു ഒരു പ്രശ്നം തന്നെയാണെന്നാണ് ജോബ് കൺസൾട്ടൻസി രംഗം ഓർമ്മപ്പെടുത്തുന്നത്. കൾച്ചറൽ സെൻസിറ്റിവിറ്റിയും ക്ലയന്റ് എക്സ്പെക്ടേഷനും അങ്ങനെയുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും എല്ലാത്തിലും വലുതെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷണലിസമാണ്, നിങ്ങളുടെ സ്കിൽ, നിങ്ങളുടെ ടാലന്റ്. ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ക്രിയേറ്റീവായി നിങ്ങൾക്ക് എന്ത് നൽകാൻ പറ്റും, പോസിറ്റീവായിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, നിങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് തിരിച്ചറിയുക. എങ്കിലും മാറുന്ന പ്രവണതകൾ മനസ്സിലാക്കി യുഎയുടെ തൊഴിൽ മേഖലയിൽ പ്രതികരിക്കാൻ കഴിയുന്നതും ശ്രമിക്കുക.